ചുവന്ന മണ്ണിൽ അടിപ്പാത വേണം. ജനകീയ സമരസമിതി പ്രതിഷേധം നടത്തി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒല്ലൂർ MLA കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് അധ്യക്ഷയായി. പാണഞ്ചേരി പഞ്ചായത്തിലെ 4, 5, 6, 9, 10 വാർഡുകൾ ചേരുന്ന സ്ഥലമാണ് ചുവന്ന മണ്ണ്. ഇവിടെ നിലവിൽ ദേശീയപാത മുറിച്ചു കടക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. പ്രദേശവാസികൾക്ക് സുഗമമായ റോഡ് മുറിച്ചു കടക്കാൻ കാറ്റിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പഞ്ചായത്ത് അടിയന്തര പ്രമേയം പാസാക്കിയിരുന്നു. മേഖലയിലെ താമസക്കാർക്ക് പള്ളി, അമ്പലം, റേഷൻ കട, സ്കൂൾ, അങ്കണവാടി, ഹോസ്പിറ്റൽ, ബാങ്ക്, പാൽ സൊസൈറ്റി, കടകൾ അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും റോഡിന്റെ ഇരുവശവും ഉപയോഗിക്കേണ്ടതുണ്ട്. ഫുട് ഓവർബ്രിഡ്ജ് വന്നാൽ എല്ലാ യാത്രക്കാർക്കും അതിൽ കയറി ഇറങ്ങുക പ്രയാസമാണ്. അതിനാലാണ് പ്രദേശത്ത് കാറ്റിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. സമരസമിതി നേതാക്കളായ റെജി പാണങ്കുടിയിൽ, TS ബിനോഷ്, ജോയ് മേലേച്ചിറ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നാനാൻ, സുന്ദരരാജൻ മാസ്റ്റർ, ബേബി നെല്ലിക്കുഴി, KV ചന്ദ്രൻ, ചുവന്നമണ്ണ് നിർമ്മലഗിരി പള്ളി വികാരി അനു ചാലിൽ, ഫാദർ നിഖിൽ ജേക്കബ് വർഗീസ്, ചിലങ്കാപുരം ക്ഷേത്രം സെക്രട്ടറി ഗിരീഷ് ചുവന്നമണ്ണ്, പഞ്ചായത്ത് അംഗങ്ങളായ ഡീനമോൾ, സോഫി ജിജി തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടാണ് സാധാരണ ടോൾ പിരിക്കുക. പക്ഷെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി രാഷ്ട്രീയത്തിനതീതമായി പങ്കെടുത്ത എല്ലാ യോഗങ്ങളിലും നേരത്തെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നവർക്കറിയാം, കഠിനമായ വാക്കുകൾ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടും ഒരു മടിയുമില്ലാതെ ചിലപ്പോഴൊക്കെ തോന്നുന്ന വിധത്തിൽ ഒന്നിനെയും ഭയക്കാത്ത ധിക്കാരപരമായിട്ടുള്ള സമീപനവുമായി പോകുന്ന അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ടണല് തന്നെ നടത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ സബ്സിഡറി കമ്പനിയായിട്ടുള്ള പ്രകൃതി അത് വിട്ടുപോയിട്ട് പിന്നെ ആ ടണലൊന്ന് വരാൻ ഈ നാട് എത്രമാത്രം വില കൊടുത്തു എന്ന് നമുക്കറിയാം. ഈ പാതയോരത്ത് എത്ര ദിവസങ്ങളാണ്, മണിക്കൂറുകൾ ഇവിടുത്തെ ദേശീയപാത സംരക്ഷണ സമിതി ഉൾപ്പെടെ ഭക്ഷണം കൊടുത്തും വെള്ളം കൊടുത്തും മണിക്കൂറുകൾ ഇവിടെ ബ്ലോക്കുണ്ടായി യാത്ര ചെയ്യാൻ പറ്റാത്ത, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. ചുവന്ന മണ്ണിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് കൊട്ടിയടയ്ക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാരണങ്ങൾ എന്തായാലും അത് മാന്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള പഞ്ചായത്തിനോടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചർച്ച ചെയ്യേണ്ട ബാധ്യത അടച്ചയാളുകൾക്കുണ്ട്. ഇവിടെ അടച്ചു കെട്ടാൻ വന്നപ്പോൾ അന്ന് ഞാനും മാത്യു സേട്ടനും അടക്കം ഈ പ്രദേശത്തെ ആളുകൾ അടക്കം വന്ന് അത് എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനമെടുത്ത് പറഞ്ഞു വിട്ടപ്പോൾ അന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ പറഞ്ഞ ഒരു വാക്കുണ്ട്: നിങ്ങൾക്കിത് അടയ്ക്കണമെങ്കിൽ അടയ്ക്കാം, പക്ഷെ അതിനു മുമ്പ് ഈ പ്രദേശത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, അതിനുശേഷം നിങ്ങൾ അടച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ അന്ന് പറഞ്ഞത്. പക്ഷേ നാളിതുവരെയായി അത് പൂർത്തീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയും. നമ്മുടെ പ്രദേശത്തെ സർവീസ് റോഡ് എടുത്ത് പരിശോധിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ കൂടി നിൽക്കുന്ന ആളുകളുടെ മാത്രം ആവശ്യമായി അല്ല ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ സമരം ഇവിടെ നടത്തുമ്പോൾ ഒരു പ്രദേശത്തിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ഈ റോഡിന് ഇരുഭാഗത്തും ആളുകൾക്ക് കടന്നു പോകാനുള്ള ആവശ്യകതകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഇപ്പുറത്തുള്ള ഓർത്തഡോക്സ് ചർച്ച് ആയാലും യാക്കോബ്സ് ചർച്ച് ആയാലും പൂവൻചിറയിലുള്ള ട്രൈബൽ സ്കൂൾ ആയാലും അപ്പുറത്തുള്ള ചിലങ്കാവനം അമ്പലവും വൈദ്യരത്നവും അതിന്റെ അപ്പുറത്തുള്ള ധർമ്മോദയം ആശുപത്രി അടക്കം നിരന്തരമായി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകാൻ ഈ പ്രദേശത്തെ ആളുകൾ തയ്യാറായി കടന്നു വന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും.